എന്തുകൊണ്ടാണ് 60 വർഷം പഴയതായിട്ടുള്ള ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വർഷമായുള്ളൂ. 1971 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 60 വർഷമുള്ള അതിപുരാണമായ ഇന്ത്യൻ ശില്പകലയിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ നളന്ദ എന്ന് പറഞ്ഞ ആ സ്കൂളും ഇന്ത്യൻ ക്ലബും ഒക്കെ ചേർന്ന സംഭവം. അതിനകത്ത് അമ്പലമൊക്കെ ഉണ്ട്. അത് കത്തിച്ചു. ആലോചിക്കുക. അതായത് ഡയറക്റ്റ് ഇന്ത്യക്കാർക്കെതിരെ അസോൾട്ടാണ് ഈ നടക്കുന്നത്. അതിന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് അവിടെ പോയി ബോംബിട്, ഇവിടെ പോയി ബോംബിട്, ഇന്ത്യൻ പട്ടാളത്തെ അങ്ങോട്ടേക്ക്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും. അവിടെ ചെന്ന് ബോംബിട്, ഇന്ത്യൻ പട്ടാളക്കാരെ അങ്ങോട്ടയക്ക്. ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ്. അവരുടെ ഡിമാൻഡ് എന്തുവാ? ഇന്ത്യ ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ വേണ്ടാതെ അവരുടെ പൊളിറ്റിക്സിൽ ഇടപെട്ടു. ഇതേപോലെ ഇഷ്യൂ ആയിരുന്നു നേപ്പാളിൻ്റെ. അവിടെ ഇന്ത്യക്കാർ ഇന്ത്യൻ പത്രക്കാരെ, ഇന്ത്യൻ രജിസ്ട്രേഷനുള്ള വണ്ടികൾ, കാറുകൾ, ബസ്സുകൾ അങ്ങോട്ട് പോകാൻ നേരത്തെ അവരെ പിടിച്ചു നിർത്തി അവരെ ഉപദ്രവിക്കുന്നു. നമ്മുടെ ഏറ്റവും സൗഹൃദമായ 2 രാജ്യങ്ങൾ, നമ്മുടെ സപ്പോർട്ടില്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് അവർക്ക് എല്ലാ സപ്പോർട്ടുമായിട്ട് പാകിസ്ഥാനുണ്ട് ഒരു സൈഡിൽ ചൈനയുണ്ട്. ഇതാണ് സ്ഥിതിവിശേഷം. അപ്പൊ ഇത് ആരുടെ പാളിച്ചയാണ്? ഇത്രയും വർഷവുമായിട്ട് തുടർന്ന് വരുന്നൊരു ബന്ധം. ഈ ഷെയ്ഖ് ഹസീനയുടെ ഇഷ്യൂ ആണെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങ് വേറൊരു രാജ്യത്തൊക്കെ പറഞ്ഞു വിട്ടാൽ മതി. അവര് ഇന്ത്യയെ തന്നെ നിർത്തണമെന്ന് എത്ര ആഗ്രഹം എന്താ? അതായത് അവിടെ നടക്കുന്ന പൊളിറ്റിക്സും അവിടെ നടക്കുന്ന മാറ്റവും അത് നമ്മൾ ഉൾക്കൊള്ളണം. ഷെയ്ഖ് ഹസീന അവിടെ ഹൈലി കറപ്റ്റഡ് ആയിരുന്നു, ഭയങ്കര നെപ്പോട്ടിസം ആയിരുന്നു, ഭയങ്കര ഹിപ്പോക്രാറ്റിക്, വളരെ ഓട്ടോക്രാറ്റിക്കുമായിരുന്നു ആ സ്ത്രീ. അതായത് ഇലക്ഷൻ അട്ടിമറിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പം അങ്ങനെ ഒരു വന്ന സംഭവം കുറച്ച് നാൾ നിൽക്കുക, അതിനുശേഷം മറ്റുള്ള രാജ്യത്തോട്ട് പറഞ്ഞു വിടുക. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അമേരിക്ക അവരെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണ് മറ്റു പല രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തോടൊക്കെ പറഞ്ഞു വിടുക. ഇതാണ് ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത്. ഇതേപോലെ ഇനി നേപ്പാള്, അവിടെ എന്താ, അവിടെ അയാളും കയറി ഇന്ത്യ ഒന്ന് രഹസ്യമായിട്ടുള്ള താമസിക്കുക. എവിടോ പോയ സാധനം നമ്മൾ എടുത്തു വെച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുക, ഓരോ ഇന്ത്യക്കാരനെ അനുഭവിക്കുക.